നമസ്കാരം, അസ്സലാമു അലൈക്കും. ബ്രണ്ണൻ കോളേജ്, യെസ്, ഈ എനർജി കേൾക്കാനാണ് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇന്നലെ രാത്രി വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. തലവൻ കണ്ടോ എല്ലാവരും? എൻ്റെ മക്കളെ പിന്നല്ല, ഞങ്ങൾ വളരെ അഭിമാനത്തോടെയും വളരെ സന്തോഷത്തോടെയും പറയാം, മൊത്തം സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തലശ്ശേരി കണ്ണൂർ ഏരിയയിലാണ്. അതിന്റെ എല്ലാ ബർക്കത്തും ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ജിസ് ജോയി ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അടുപ്പിച്ച് തലശ്ശേരിയിൽ നിൽക്കുന്നത്. അല്ലാ പടച്ചനെ, ഇനി ഏടാനും മൊത്ത നമ്മുടെ തക്കാരം എന്താണെന്നുള്ളത് നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ജിസ് ജോയി. ഒരു 75 ദിവസത്തോളം ഞങ്ങൾ തലശ്ശേരിയിൽ ഷൂട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരിൽ ഒരുപാട് പേര് ഈ ഷൂട്ടിംഗ് കാണാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ മൊത്തമായി തലശ്ശേരിയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ അതിൻ്റെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 25 ദിവസം പിന്നിട്ട് വലിയൊരു വിജയമായി ആ സിനിമ തിയേറ്റേഴ്സിൽ നിൽക്കുമ്പോൾ ബ്രണ്ണൻ കോളേജിൽ ഫിലിം ക്ലബിൻ്റെ ഇനോഗ്രേഷൻ എന്നൊരു കാരണവുമായി ഇവിടെ എത്തി ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഫിലിം ക്ലബ്ബ്? പൊളിയണോ? അത്ര പവറില്ല. എന്തായാലും ഈ വർഷം മുതൽ ചെയർമാൻ പറഞ്ഞ പോലെ ഒരു വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു ക്ലബ്ബായി മാറട്ടെ. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇവനാരാ മുമ്പോട്ട് കേട്ടിട്ട്? സാധാരണ ഈ സൈസ് പുറകിലാണല്ലോ ഇരിക്കാറ്. അതും ബ്രണ്ണൻ കോളേജിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇരിക്കട്ടെ. ഞാനൊക്കെ അവിടെ നിന്നാണ് കൈ അടിച്ചതും കൂക്കി വിളിച്ചതും കമന്റ് അടിച്ചതും ഒക്കെ. ഒരുപാട് സന്തോഷം. ആൺകുട്ടികൾ പെൺകുട്ടികളെയും താണ്ടി മുന്നോട്ട് കയറി വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കമന്റ് അടിക്കാൻ പറ്റും. ഇത് വേണം. കാര്യം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്തൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയ അതെ, ഈ ഫിലിം ക്ലബ്ബ് വലിയൊരു സക്സസ് ആയി. ഇവിടെ നിന്ന് ഒരുപാട് സംവിധായകരും ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുപോലെ സ്റ്റേജിൽ കയറി നിന്ന് വായി തോന്നുന്നതൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇവിടെ എത്താൻ പറ്റിയതിലും കണ്ണൂരിൻ്റെ പുയ്യാപ്പിളയായിട്ട് ഇവിടെ വന്ന് നിന്നതിൽ നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ പാട്ട് പാടുമോ എന്നുള്ള അടുത്ത ചോദ്യത്തിൻ്റെ മറുപടി ജിസ് ജോയ് ആണ്. ജിസ് ജോയ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. കേട്ടിട്ടില്ല? ജിസ് ജോയ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. പിന്നെ ഞങ്ങളുടെ സിനിമയിൽ വളരെ മികച്ച ഒരു വേഷം ചെയ്ത ഒരാളും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അൻറൂബ് ക്ലബ് എഫ്എമ്മിലെ ആർജയാണ്. ഒരു പക്ഷെ അനൂപിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല. ഞാനും അങ്ങനെ ഒരു വലിയ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. എന്നെ അവിടെ കൊണ്ടിരുത്തിയാൽ ഞാൻ കുറച്ചും കൂടെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. അടിച്ചു പൊളിക്ക്. നിങ്ങൾക്കൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോളേജ് ലൈഫ് ഞാൻ നേരുന്നു. ഇടിച്ച് പിഴിയും. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി വീണ്ടും വേറൊരു പടത്തിന്റെ വിജയമായിട്ട് ഇവിടെ വരാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരെയും കൂടെ ഇങ്ങനെ കുത്തി മറിയാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.